മക്കളെ, A+ ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്റേഴ്സ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ലൈവായിട്ട് ചർച്ച ചെയ്തതാണല്ലോ. ഇന്ന് നിങ്ങൾ 15 മിനിറ്റ്, അതായത് വെറും 15 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയുന്നു, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ അതിന് ആൻസർ ചെയ്യാം. വെറും 15 മിനിറ്റ്. ആ 15 മിനിറ്റിനുള്ളിൽ നമ്മൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് നോക്കി, എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. അതായത് വിച്ച് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെയിൻഫാൾ. അതായത് നമ്മുടെ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് റെയിൻഫാൾ എന്നത്. അതായത് ടൈപ്സ് ഓഫ് റെയിൻഫാൾ. തുടരെ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ലൈഡിൽ നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് ഇത് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ചോദ്യം നോക്കാം. വിച്ച് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെയിൻഫാൾ. പ്രധാനമായിട്ടും നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് റെയിൻഫാൾ എന്ന് നമുക്ക് നോക്കണം. അതായത് പ്രസിപ്പിറ്റേഷന്റെ ഒരു ഫോം ആണ് റെയിൻഫാൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ വർഷണത്തിന്റെ ഒരു വർഷണ രൂപമാണ് റെയിൻഫാൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് റെയിൻഫാൾ എന്ന് വെച്ചാൽ, അതായത് precipitation occurring in the form of water droplets is called rainfall. വർഷണം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണെങ്കിൽ അതിനെ നമുക്ക് മഴ എന്ന് പറയാം. നമ്മളെല്ലാവരും മഴയൊക്കെ ആസ്വദിക്കാറുണ്ട്, മഴയത്തെ കുളിക്കാറുണ്ട്. പക്ഷെ എന്റെ മക്കളെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര തരം മഴകളാണ് ഉള്ളത് എന്ന്? പ്രധാനമായിട്ടും നമുക്ക് മഴകളെ 3 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് 3 മഴകൾ എന്നാണ് നമുക്ക് നോക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചേ മക്കളെ, എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചേ. പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് റെയിൻഫാൾ ആണ് ഉള്ളത്. ഒന്നാമത്തേതാണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ ഓർ റിലീഫ് റെയിൻഫാൾ. എന്താണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ എന്താണ് റിലീഫ് റെയിൻഫാൾ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിന്റെ മലയാളമാണ് പർവ്വതമഴ. പർവ്വതമഴ എന്നാണ് അതിന്റെ മലയാളം, പർവ്വതമഴ. രണ്ടാമത്തെ ടൈപ്പ് റെയിൻഫാളിനെയാണ് കൺവെക്ഷണൽ റെയിൻഫാൾ എന്ന് പറയുന്നത്. ഏതാണ് കൺവെക്ഷണൽ റെയിൻഫാൾ, അല്ലെങ്കിൽ മലയാളത്തിൽ സംവഹന വൃഷ്ടി എന്ന് പറയുന്നു. സംവഹന വൃഷ്ടി എന്ന് പറയുന്നു. ഓക്കെ, ദെൻ മൂന്നാം ടൈപ്പാണ് സൈക്ലോണിക് റെയിൻഫാൾ. എന്താണ് സൈക്ലോണിക് റെയിൻഫാൾ, അല്ലെങ്കിൽ മലയാളത്തിൽ ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നു. അല്ലെങ്കിൽ വാതമുഖ മഴ എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള റെയിൻഫാൾ ആണ് ഉള്ളത്. പഠിച്ചല്ലോ എല്ലാവരും. 3 ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? ഓറോഗ്രാഫിക് ഓർ റിലീഫ് റെയിൻഫാൾ, അല്ലെങ്കിൽ പർവ്വതമഴ. രണ്ടാമത്തെ എന്താണ്? കൺവെക്ഷണൽ റെയിൻഫാൾ, അല്ലെങ്കിൽ സംവഹന വൃഷ്ടി. മൂന്നാമത്തെ എന്താണ്? സൈക്ലോണിക് റെയിൻഫാൾ, അല്ലെങ്കിൽ ചക്രവാത വൃഷ്ടി. അതിന്റെ മറ്റൊരു മലയാളം പേരും കൂടി ഉണ്ട്. ഏതാണ്? വാതമുഖ മഴ, അല്ലെങ്കിൽ ഇംഗ്ലീഷില് ഫ്രണ്ടൽ റെയിൻഫാൾ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ. നോക്കിയേ മക്കളെ, എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയതാ. ഞാൻ ഇവിടെ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ആ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് പഠിക്കാം. എന്താണ് നോക്കിയതാ, ഇവിടെ ഇതൊരു കടലാണ്. ഇവിടെ ഒരു കടൽ ഞാൻ വരയ്ക്കുകയാണ്. ഇതൊരു കടലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇതൊരു കടൽ അല്ലെങ്കിൽ സി, അല്ലെ? ഇതൊരു കടൽ അല്ലെങ്കിൽ സി ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ആ കടലിന്റെ കുറച്ചപ്പുറം തീരത്ത് ഒരു മൗണ്ടെയിൻ ഉണ്ട്, ഒരു വലിയൊരു മൗണ്ടെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് സമയത്തും ഈ സമ്മർ സീസണിലും അല്ലെങ്കിൽ പകൽ സമയത്തൊക്കെ എന്ത് ചെയ്യും? ഈ കടലിൽ നിന്ന് എന്ത് സംഭവിക്കും? ഈ കടലിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു കരയിലേക്ക് ഒരു കാറ്റ് വീശും. കടലിൽ നിന്ന് കരയിലേക്ക് നോക്കി എല്ലാവരും. കടലിൽ നിന്ന് കരയിലേക്ക് ഒരു കാറ്റ് വീശിയാണ്. ഇങ്ങനെ വീശുന്ന കാറ്റിൽ എന്തംശം ഉണ്ടാവും? കടലിൽ നിന്ന് വീശുന്നത് കൊണ്ട് അവിടുന്ന് വീശുന്ന കാറ്റിൽ ജലാംശവും കൂടി ഉണ്ടാവും, മോയിസ്ചർ കണ്ടന്റും കൂടി ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ആ വീശുന്ന കാറ്റില് മോയിസ്ചർ കണ്ടന്റും കൂടി ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഈ കാറ്റ് എന്ത് ചെയ്യും? നേരെ നമ്മുടെ കരഭാഗത്തേക്ക് എത്തുന്നു. കരഭാഗത്തെത്തുമ്പോഴേക്കും അവിടെ നിക്കട അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരുണ്ട്? ഒരു മൗണ്ടെയിൻ ഉണ്ട്, ഒരു പർവ്വതം ഉണ്ട്.
അപ്പൊ കാറ്റ് എന്ത് ചെയ്യും? ആ പർവ്വതത്തിന്റെ ചരിവിലൂടെ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുന്നു. ആ പർവ്വതത്തിന്റെ ചരിവിലൂടെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. ആ പർവ്വതത്തിന്റെ ചരിവിലൂടെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. ആ പർവ്വതത്തിന്റെ ചരിവിലൂടെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. മുകളിലേക്ക് ഉയരുമ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം, ഉയരങ്ങളിലേക്ക് പോകും തോറും തണുപ്പ് കുറയുന്നില്ലേ? മുകളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാല് അവിടുന്ന് കണ്ടൻസേഷൻ സംഭവിച്ച് ആ ഭാഗത്ത് ഒരു മഴമേഘമായിട്ട് മാറും. കണ്ടൻസേഷൻ സംഭവിച്ച് അവിടെ ഒരു മേഘമായിട്ട്, അല്ലെ, ക്ലൗഡായിട്ട് അത് മാറും. ക്ലൗഡായിട്ട് മാറിയ ശേഷം എന്ത് ചെയ്യും? ആ ഭാഗത്ത് ശക്തമായിട്ട് എന്ത് ചെയ്യും? മഴ പെയ്യും. ഏത് ഭാഗത്ത് നിന്നാണോ കാറ്റ് വീശിയത് ആ ഭാഗത്ത് ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു? ശക്തമായിട്ട് മഴ പെയ്യുന്നു. അങ്ങനെ അങ്ങോട്ട് പോയ കാറ്റൊക്കെ എന്തായി? മുകളിലെത്തുമ്പോൾ മേഘമായി മാറി. കാറ്റ് വീശിയ ഭാഗത്ത് നല്ല മഴ പെയ്തു. അപ്പൊ ആ കാറ്റിന്റെ വെള്ളമെല്ലാം പോയില്ലേ? ബാക്കി വരുന്ന ഡ്രൈ വിൻഡ് എന്ത് ചെയ്യുന്നു വെച്ചാല്, ബാക്കി വന്ന വരണ്ട കാറ്റ്, വെള്ളമെല്ലാം പോയ പിന്നെ വരണ്ട കാറ്റായി മാറിയില്ലേ? ആ കാറ്റ് നേരെ അപ്പുറത്തെ ഭാഗം, അതിന്റെ പർവ്വതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എത്തും. ഓപ്പോസിറ്റ് സൈഡ് പോകുന്ന കാറ്റ് എങ്ങനെയാ? അതിൽ ജലാംശം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഒരിക്കലും മഴ പെയ്യിപ്പിക്കില്ല. ഈ കാറ്റ് മഴ പെയ്യിപ്പിക്കില്ല. കാരണം അതിൽ വെള്ളമെല്ലാം ഇപ്പുറം മഴയായിട്ട് പോയി, അപ്പുറം വന്ന ഡ്രൈ വിൻഡാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഓപ്പോസിറ്റ് സൈഡ് മഴ ഉണ്ടാക്കുന്നില്ല. അവിടെ മഴ ഇല്ലാത്തത് കൊണ്ട് ആ പ്രദേശത്തെ പറയുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ, അല്ലെങ്കിൽ മലയാളത്തിലെ മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, കേരള തീരത്ത് മഴ പെയ്യുമ്പോൾ തമിഴ്നാടിന്റെ ഭാഗത്ത് നമുക്ക് മഴ കിട്ടുന്നില്ല. കാരണം എന്താണ്? അത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? കടലിൽ നിന്ന് കരയിലേക്ക് നീരാവി നിറഞ്ഞ കാറ്റ് വീശുന്നു, അത് മുകളിലേക്ക് ഉയരുന്നു, മേഘമായി മാറുന്നു, ആ സൈഡ് നല്ല രീതിയിൽ മഴ പെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ പെയ്യുന്ന മഴയെ നമ്മൾ പറയുന്ന പേരാണ് പർവ്വത മഴ, അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ, അല്ലെങ്കിൽ റിലീഫ് റെയിൻഫാൾ എന്ന് പറയും. നമ്മൾ നോക്കാം എന്താണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് വെച്ചാൽ, ദി മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് ഫ്രം ദി സീ എൻ്റർ ദി ലാൻഡ് and will be raised along the mountain slopes. This leads to condensation and formation of rain clouds along the windward slopes. Windward slopes എന്ന് വെച്ചാൽ എവിടെ നിന്നാണോ വിൻഡ് ബ്ലോ ചെയ്യുന്നത്, എവിടെ വിൻഡിനെ അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത്, ഈ ഭാഗത്തെ വിൻഡിന് അഭിമുഖമായി നിൽക്കുന്ന പർവ്വത ഭാഗത്തെ വിൻഡ്വേർഡ് സ്ലോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോ വിൻഡ്വേർഡ് സ്ലോപ്പ് ഓഫ് മൗണ്ടെയിൻ. Rainfall occurring in this manner is called orographic rainfall or relief rainfall എന്ന് പറയുന്നു. കടലിൽ നിന്ന് കരയിലേക്ക് നീരാവി നിറഞ്ഞ കാറ്റ് വീശുകയും അത് പർവ്വതച്ചരിവിൽ തട്ടി പർവ്വതച്ചരിവിലൂടെ മുകളിലേക്ക് ഉയരുകയും മഴമേഘമായി മാറി കാറ്റ് വീശിയ ആ ഭാഗത്ത് നല്ല രീതിയിൽ മഴ ലഭിക്കുന്നു. ആ മഴ ലഭിക്കുന്ന ഇത്തരം മഴയെ നമ്മൾ എന്ത് പേര് പറയുന്നു? എന്ത് പേരാണ് പറയുന്നത്? പർവ്വത മഴ എന്ന് പറയുന്നു. അതിന്റെ അപ്പുറത്തെ സൈഡ് എന്താണ്? മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നു. ഓക്കെ, ദെൻ രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത്തെ മഴയാണ്, രണ്ടാമത്തെ റെയിൻഫാൾ ആണ് കൺവെക്ഷണൽ റെയിൻഫാൾ. ഏതാണ് രണ്ടാമത്തെ റെയിൻഫാൾ? കൺവെക്ഷണൽ റെയിൻഫാൾ. എന്താണ് കൺവെക്ഷണൽ റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഡ്യൂറിംഗ് ദി സമ്മർ സീസണിൽ നമുക്കറിയാം നല്ലോണം ചൂട്, അല്ലെ, നല്ല ചൂടുള്ള സമയമാണ് ഈ സമ്മർ സീസൺ എന്ന് പറയുന്നത്. വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമല്ലേ? ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ സമ്മർ സീസണിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാല് പെട്ടെന്ന് ഉച്ചതിരിഞ്ഞ് ശക്തമായിട്ട് മഴ പെയ്യാറുണ്ട്. അപ്പോ രാവിലെയല്ല, ഉച്ചതിരിഞ്ഞ് മഴ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ മഴ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാല് സംവഹന പ്രവാഹ ഫലമായിട്ടാണ്, കൺവെക്ഷണൽ പ്രോസസിന്റെ ഫലമായിട്ടാണ്. എന്താണ് ഈ സംവഹനം എന്ന് വെച്ചാൽ? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വായു ചൂടാവും. ചൂടായ വായു എന്ത് ചെയ്യുമോ? പെട്ടെന്ന് വികസിക്കാൻ തുടങ്ങും. ഒരിക്കലും അല്ലെ, വായു ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? ചെറുതല്ലാവുന്ന പകരം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, വികസിക്കാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യുന്നു? ചൂടായ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. അത് വികസിച്ച പിന്നെ അവിടെ താഴെ നിൽക്കൂല, നേരെ മുകളിലേക്ക് ഉയരും. മനസ്സിലായല്ലോ? ഇങ്ങനെ ഉയരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ജലാംശവും എങ്ങോട്ട് പോകും? മുകളിലേക്ക് ഉയരുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഒരു കൺവെക്ഷണൽ പ്രോസസ് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വായു മുകളിലേക്ക് ഉയരും. വായു മുകളിലേക്ക് ഉയർന്ന് എന്താവും അറിയത്? ക്ലൗഡായിട്ട് മാറും. റെയിൻ ക്ലൗഡായിട്ട് മാറിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ശക്തിയായിട്ട് മഴ പെയ്യും. ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരം ഒരു 3 മണി 4 മണി സമയത്തുള്ള എന്ത് ചെയ്യുന്നു? ശക്തിയായിട്ട് മഴ ലഭിക്കുന്നു. ഇത്തരം മഴയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കൺവെക്ഷണൽ റെയിൻഫാൾ, അല്ലെങ്കിൽ സംവഹന മഴ എന്ന് പറയുന്നു. ഇതിനെ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്, 4 o'clock റെയിൻഫാൾ.
ഏതാണ് 4 o'clock റെയിൻഫാൾ എന്നും കൂടി ഇതിനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 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 ഇതിനെ മറ്റൊരു പേരാണ് സംവഹന മഴ. ഓർമ്മിക്കുക, സംവഹന മഴ അല്ലെങ്കിൽ 4 മണി മഴ എന്നും കൂടി ഇതിനെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ കൺവെക്ഷണൽ റെയിൻഫാൾ അല്ലെങ്കിൽ 4 o'clock റെയിൻഫാൾ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് കൺവെക്ഷണൽ റെയിൻഫാൾ എന്ന് വെച്ചാൽ, യൂഷ്വലി റെയിൻഫാൾ ഒക്വേഴ്സ് ഇൻ ആഫ്റ്റർനൂൺസ് ഡ്യൂറിങ് സമ്മർ സീസൺ. അതായത് സമ്മർ സീസണിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവുന്നു. ദിസ് ഈസ് ഡ്യൂ ടു കൺവെക്ഷണൽ പ്രോസസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സംവഹന പ്രക്രിയയുടെ ഫലമായിട്ടാണ്. അല്ലെ, ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫാൾ ഈസ് കോൾഡ് കൺവെക്ഷണൽ റെയിൻഫാൾ ഓർ 4 o'clock റെയിൻഫാൾ. ക്ലിയർ ആയല്ലോ എന്റെ മക്കൾക്ക്? എങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത മഴയാണ് ടൈപ്പ് മഴയാണ് ഇത് സൈക്ലോണിക് റെയിൻഫാൾ. എന്താണ് സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ അതിന്റെ മലയാളമാണ് എന്ത്? അതിന്റെ മലയാളമാണ് ചക്രവാത വൃഷ്ടി. എന്താണ് ചക്രവാത വൃഷ്ടി എന്ന് പറഞ്ഞാൽ? നോക്കിയേ എന്റെ മക്കൾ, നോക്കിയേ. ഇതാ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഉഷ്ണവായുവും മറ്റൊരു സ്ഥലത്ത് നിന്ന് ശീതവായുവും വരികയാണ്. ശ്രദ്ധിക്കുക, ഒരു സ്ഥലത്ത് നിന്ന് ഉഷ്ണവായുവും മറ്റൊരു സ്ഥലത്ത് നിന്ന് ശീതവായുവും വരികയാണ്. നമുക്കറിയാം വായുവിനെ നമുക്ക് രണ്ടായി തന്നിരിക്കാം. ഉഷ്ണവായുവുണ്ട്, ശീതവായുവുണ്ട്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ എന്തുണ്ട്? കോൾഡ് എയർ ഉണ്ട്, അതേപോലെ വാം എയർ ഉണ്ട്. അപ്പോ ഒരു സൈക്ലോണിക് സിസ്റ്റത്തില് ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാം എയർ ഇങ്ങനെ വീശിയാണ്. ഒരു വാം എയർ, നമുക്ക് കുറച്ച് വേറെ കൂടി ചിത്രത്തെ വരക്കാം. എന്താണ് ഇങ്ങോട്ടൊരു പിന്നെ ഇതാ നോക്കിയേ, ഒരു വാം എയർ ഇങ്ങനെ വീശിയാണ്. വാം എയർ അല്ലെ, വാം എയർ. ഒരു മിനിറ്റ് മക്കളെ, 1 മിനിറ്റ് മക്കളെ, ഒന്നുകൂടി പറയാം. എന്താ സംഭവിക്കുന്നത്? അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചക്രവാത വൃഷ്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് ഒരു സ്ഥലത്ത് നിന്ന് വാമേറും ഇതാണ് വാമയർ. അതായത് ഉഷ്ണവായു കേട്ടാ, ഉഷ്ണവായു വാമയർ അല്ലെങ്കിൽ ഉഷ്ണവായു ഇതാണ് വാമയർ. അതേപോലെ ഇപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഒരു കോൾഡ് എയർ ഇങ്ങനെ വീശിയാണ്. ഒരു കോൾഡ് എയർ അല്ലെങ്കിൽ ശീതവായു. ഇവ രണ്ടും വീശിയാണ്. ഇവ രണ്ടും വീശുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? രണ്ടും കൂട്ടിമുട്ടും. രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും അല്ലെ, കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? ഈ കനം കുറഞ്ഞ വാമേർ മുകളിലേക്ക് ഉയർത്തപ്പെടും. കനം കുറഞ്ഞ വാമേറിലെ ആ വാമേർ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും അവിടെ മഴമേഘമായിട്ട് മാറി ശക്തമായിട്ട്, ഇവിടെ മഴമേഘമായിട്ട് മാറുന്നു, ഇവിടെ മഴമേഘമായിട്ട് മാറിയിട്ട് ശക്തമായിട്ട് ആ ഭാഗത്ത് മഴ പെയ്യിപ്പിക്കും. ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു? ആ ഭാഗത്ത് ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ആ ഭാഗത്ത് നല്ല മഴ പെയ്യിപ്പിക്കും. ശക്തമായിട്ട് ഇങ്ങനെ മഴ പെയ്യിപ്പിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോ ഇത്തരം മഴയെ നമ്മൾ പറയുന്ന പേരാണ് സൈക്ലോണിക് റെയിൻഫാൾ, അല്ലെങ്കിൽ മലയാളത്തില് നമ്മൾ എന്ത് പേര് പറയും? ചക്രവാത വൃഷ്ടി എന്ന് പറയും. അപ്പൊ എന്താ ചക്രവാത വൃഷ്ടി എന്ന് വെച്ചാല്, ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉഷ്ണവായു എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ഉയർത്തപ്പെടുകയും മഴമേഘമായി മാറി ആ പ്രദേശങ്ങളിൽ ശക്തമായിട്ട് മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം മഴയെ പറയുന്ന പേരാണ് എന്ത് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നു, അല്ലെങ്കിൽ വാതമുഖ മഴ എന്ന് പറയുന്നു. ഇംഗ്ലീഷിലാണ് നമുക്ക് എന്ത് പേര് പറയാം? അല്ലെ, ഇംഗ്ലീഷിലാണ് എങ്ങനെ പറയാം? എന്താ സൈക്ലോണിക് റെയിൻഫാൾ എന്ന് വെച്ചാൽ, ഇൻ സൈക്ലോണിക് സിസ്റ്റംസ് വേർ വാം ആൻഡ് കോൾഡ് എയർ മീറ്റ്, the warm air will be raised up to cause condensation and rainfall. This type of rainfall is called cyclonic rainfall or frontal rainfall. ഇനി ഇങ്ങോട്ട് നോക്കിയ എന്റെ മക്കള്, ഇവിടെ എന്റെ മക്കൾ ഇങ്ങോട്ട് തന്നെ നോക്കണേ, ഇവിടേക്ക് മാത്രം നോക്കണേ. ഇവിടെ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, വാമേർ പോണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതാ കോൾഡ് എയർ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ രണ്ട് കൂട്ടിമുട്ടുന്ന ഭാഗം കണ്ടുവോ? ആ രണ്ട് കൂട്ടിമുട്ടുന്ന ഒരു ഭാഗം കണ്ടുവോ? ഈ ഭാഗം രണ്ട് കൂട്ടിമുട്ടുന്ന ഈ ഒരു ഭാഗം കണ്ടുവോ? ആ ഭാഗത്തെ രണ്ട് ഉഷ്ണവായും ശീതവായും നമ്മൾ കൂട്ടിമുട്ടുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ്
വാദമുഖം. മലയാളത്തിൽ എന്ത് പേര് പറയും? വാദമുഖം. ഇംഗ്ലീഷിൽ ഫ്രണ്ട് എന്ന് പറയുന്നു. FRONT, ഫ്രണ്ട് എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് ഇതിന് വാദമുഖ മഴ എന്ന് പറയുന്നത്. രണ്ട് സംഭവം കൂട്ടിമുട്ടുന്നു. ആ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് എന്ത് പേര് പറയുന്നു? വാദമുഖം. ഇംഗ്ലീഷിൽ ഫ്രണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പേര് പറയുന്നു? ഫ്രണ്ടൽ റെയിൻഫാൾ അല്ലെങ്കിൽ വാദമുഖ മഴ എന്നും കൂടി പറയുന്നു. ഇത്രയും മഴകളെ കുറിച്ച് അല്ലെ, ഇത്രയും മഴയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ നോട്ട് കമ്മ്യൂണിറ്റി ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല A+ ട്യൂഷൻ സെന്റർ എന്ന് അടിച്ചു കൊടുത്താൽ A+ ട്യൂഷൻ സെന്റർ എന്ന് അടിച്ചു കൊടുത്താൽ ഇൻസ്റ്റാ പേജും കൂടിയുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഇത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോവാൻ പാടുള്ളൂ. 4 മാർക്കാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത്. 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയി നേടാം. ഓക്കെ, ബൈ.